എങ്ങനെയുണ്ട് ടോട്ടലി ജർമ്മനിയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എക്സാം എഴുതുന്നു, ബൈ ഹാർട്ട് പഠിക്കുന്നു, ഉം. ലൈക്ക് പാസ്സാവുന്നു. ഇവിടെ അത് നടക്കില്ല. ഉം. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ കയറിയ സ്ഥലം ഒരു 5-6 പ്രാവശ്യം റിജക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്റേൺഷിപ്പിൽ ഉള്ളത്, ലൈക്ക് എത്ര കമ്പനീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കാരണം ഒക്കെ എനിക്ക് മനസ്സിലാൻ പറ്റും അവിടെ പോയതുകൊണ്ട്. ഉം. ഞാൻ വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് സ്റ്റുഡന്റ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപ്ഡേറ്റഡ് ലാബ്സ് ആണ്. ഇവിടെ ചിലപ്പോൾ നമ്മൾ തോക്കും, തോറ്റാലും എഴുതാം. ഇവിടെ അങ്ങനെ അപ്പൊ തന്നെ പാസ്സായ സ്ട്രെസ് അങ്ങനെ ഒന്നുമില്ല. പാർട്ട് ടൈം കിട്ടുമോ? ഇപ്പൊ കിട്ടാനില്ല എന്നാണ് കുറെ ആൾക്കാരൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ നാട്ടിലത്തെ പോലെ രാത്രി ഇറങ്ങി നടക്കുമ്പോ അങ്ങനത്തെ ആരും വന്ന് നമ്മുടെ ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല. എന്റെ അവിടെ എല്ലാം ബോയ്സ് ആണ്. ഞാൻ മാത്രമേ ഒറ്റ പെൺകുട്ടിയുള്ളൂ. എല്ലാവരും ശരിക്കും കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയല്ല, പാർട്ട് ടൈം ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാം മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സേവിങ്സും കയ്യിൽ വെക്കാൻ പറ്റും. ദീപക്കാണ് കരിയർ വൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് ഓൾഡർമൂർക്കിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിപുണ്യാണ്. അപ്പൊ നിപുണ്യ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പം ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തത്? ഞാൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ് കോഴ്സ്. നാട്ടില് ഫിസിക്സ് കഴിഞ്ഞിട്ടാണ്? ഞാൻ ബാച്ചിലേഴ്സ് BSc ഫിസിക്സ് കഴിഞ്ഞത്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്? ഞാൻ നാട്ടിലെ MSc ചെയ്യണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. കാരണം എനിക്ക് അപ്ലൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു വേണ്ടത്. നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടീച്ചിങ് അങ്ങനെ ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് സൈഡ്, അതായത് ലേസറോ ഒപ്റ്റിക്സ് അങ്ങനെ ഒരു താല്പര്യം. അങ്ങനെ ഞാൻ കരിയർ വൈസിൽ ഫസ്റ്റ് കൺസൾട്ട് ചെയ്തപ്പോൾ അവരാണ് എനിക്ക് ഈ അപ്ലൈഡ് സയൻസിന്റെ കോഴ്സിനെ പറ്റി പറഞ്ഞത്. സോ നമുക്ക് ഈ ഒരു ഓഫർ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ, വേറെ യൂണിവേഴ്സിറ്റീസ് ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ഞാൻ സമ്മർ സെമിസ്റ്ററിലായിരുന്നു അപ്ലൈ ചെയ്തത്. അന്ന് കുറച്ച് കോഴ്സസ് കുറവായിരുന്നു. എനിക്ക് MSc പ്യൂർ ഫിസിക്സിന് കുറെ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്ലൈഡ് സയൻസ് വേണ്ടതുകൊണ്ട് ഞാൻ ഇത് ചൂസ് ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് ഈ അപ്ലൈഡ് സയൻസ് വേണമെന്ന് ചൂസ് ചെയ്യാൻ കാരണം? കാരണം ഞാൻ ബാച്ചിലേഴ്സ് പഠിക്കുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ കരിയർ വൈസിനെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്തത്. അപ്പൊ ദർശാണ് എനിക്ക് ഈ അപ്ലൈഡ് കോഴ്സസും ഈ ലൈക് നോർമൽ കോഴ്സിനെ പറ്റിയൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ കുറെ യൂണിവേഴ്സിറ്റിനെ പറ്റിയും എല്ലാം മൂപ്പരെയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന കോഴ്സിലേക്ക് എത്തിയത്. ഒരു മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കരിയർ വൈസിലൂടെയാണല്ലോ ജർമ്മനിയിലേക്ക് വന്നത്. അപ്പം ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം സ്മൂത്ത് ആയിരുന്നു. കാരണം കോഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻസും കാര്യങ്ങളുള്ള സമയത്ത് ഞാൻ കരിയർ വൈസിനെ കോൺടാക്ട് ചെയ്യായിരുന്നു. അപ്പൊ അവര് എന്നെ എന്താ പറയാ, ലൈക് ഞാൻ ഇടക്ക് ചില കോഴ്സസ് ഒക്കെ ഞാൻ ഇടക്ക് മാറ്റി പറയെങ്കിലും എല്ലാവരും ഭയങ്കര ശാന്തതയോടെ എനിക്ക് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഒരു 2-3 മാസം ജർമ്മൻ പഠിക്കാൻ പോയി. അപ്പൊ അതിനെനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി, ലൈക് ടെൻഷൻ ഒന്നും എടുക്കാതെ. പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റിന് ഓഫർ വരുമ്പോഴാണ് ലൈക് കോൺടാക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. മുമ്പ് ചെയ്യുമായിരുന്നു, പക്ഷെ സ്ട്രെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സമാധാനത്തോടെ ജർമ്മൻ പഠിക്കാൻ പറ്റി. അങ്ങനെ. കോഴ്സിന് ജർമ്മൻ ലാംഗ്വേജ് വേണമായിരുന്നു? എനിക്ക് കോഴ്സിന് ജർമ്മൻ ലാംഗ്വേജ് വേണ്ടായിരുന്നു. കരിയർ വൈസ് ആണ് എന്നോട് പറഞ്ഞത് ജർമ്മനിയിൽ പോകുമ്പോൾ ജർമ്മൻ മസ്റ്റ് ആണ്. മസ്റ്റ് അല്ല, ലൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കിട്ടും. അത് എന്നെ ഇവിടെ വന്ന ശേഷം എന്നെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു? ഫസ്റ്റ് ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ അക്കോമഡേഷനെ പറ്റി ചിന്തിച്ചത്. അപ്പൊ ഞാൻ കരിയർ വൈസിനെ കോൺടാക്ട് ചെയ്തു, എങ്ങനെയാണ് അക്കോമഡേഷൻ. അവർ പറഞ്ഞു അവർ ഓൾറെഡി സ്റ്റുഡന്റ് വർക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉള്ളത്. പിന്നെ അവരെന്നാലും പുറത്തൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഞാനും നോക്കുന്നുണ്ടായിരുന്നു അവർ ത്രൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും കിട്ടാതെ ഭയങ്കര സ്ട്രെസ് ആയി. അപ്പൊ അവർ മെയിലൊക്കെ അയച്ച് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ വരുന്നതിന് ഒരാഴ്ച മുന്നേ എനിക്ക് സ്റ്റുഡന്റ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇവിടെ ഉള്ള കുട്ടികൾ പോലും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പക്ഷെ അവർ മെയിലൊക്കെ അയച്ച് ലൈക്ക് മെയിൽ അയക്കുന്നത് ഇന്റർനാഷണൽസിനെ കൂടുതൽ എന്താ പറയുക പ്രയോറിറ്റൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടാൻ സാധിച്ചു. അപ്പം ഇവിടെ വന്നതിന് ശേഷം പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ വന്ന് പെട്ടെന്ന് പാർട്ട് ടൈം കിട്ടുമോ? ഇപ്പൊ കിട്ടാനില്ല എന്നാണ് കുറെ ആൾക്കാരൊക്കെ പറയുന്നത്. അപ്പം അതിന്റെ ഒരു സത്യാവസ്ഥ എങ്ങനെയാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, അതോ അതിനുവേണ്ടി കുറെ സ്ട്രഗിൾ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? അതേപോലെ ഈ ലാംഗ്വേജ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതിപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും? പാർട്ട് ടൈം കണ്ടുപിടിക്കുക പറഞ്ഞാൽ നമ്മൾ ഇടുന്ന എഫേർട്ട് പോലെ ഇരിക്കും. നമ്മൾ ഒന്നും ചോദിക്കാണ്ട് ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്തിരുന്നാൽ കിട്ടില്ല. കിട്ടും, പക്ഷേ 2-3-4 മാസം സമയം എടുക്കും. നമ്മൾ ഇറങ്ങി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കരിയർ വൈസ് ആണ് എനിക്ക് ജർമ്മൻ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത്, എന്നെ ലൈക് മോട്ടിവേറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഭാഷ അറിയായിരുന്നു. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മൈൻഡ് ആക്കില്ല. നമുക്ക് അറിയാവുന്ന ജർമ്മൻ വരെ നമുക്ക് അറിയാം, നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അറിയാം, നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് അവർക്ക് അത് തോന്നുകയാണെങ്കിൽ അവർ നമ്മൾ എടുക്കും, അവരൊന്ന് ട്രൈ ചെയ്യിപ്പിച്ച് നോക്കും. അങ്ങനെ ഞാൻ വരുന്ന സമയം സമ്മർ ആയിരുന്നു. ഓപ്പർച്യൂണിറ്റീസ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ടു. ആപ്പിലാണെങ്കിലും ഞാൻ പുറത്തിറങ്ങി ചോദിക്കാനാണെങ്കിലും എല്ലാ കടകളിലും കയറി. ചിലപ്പോൾ അവർ ഒരു പ്രാവശ്യം റിജക്ട് ചെയ്യും, 2-3 പ്രാവശ്യം റിജക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ കയറിയ സ്ഥലം ഒരു 5-6 പ്രാവശ്യം റിജക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ 1 മാസത്തിനുള്ളിൽ നമ്മുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ചെയ്യുന്നിടത്ത് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്ന് വെച്ചാൽ നാട്ടിലുള്ളവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് ഗേൾ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, സേഫ് ആണോ കാര്യങ്ങളൊക്കെ ഒന്ന് നിപുണ്യയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ?
ഞാനിപ്പോ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്, മിനി ജോബും ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ചെയ്യുന്നത് വീക്കെൻഡ്സ് ആണ്, അതായത് ഫ്രൈഡേ സാറ്റർഡേ എനിക്ക് 15 hours ആണ് പാർട്ട് ടൈം, 10 hours പെർ വീക്ക്. അതേപോലെ മിനി ജോബും 10 hours ആണ്. അപ്പൊ ഞാൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ, കാരണം ബാക്കിയുള്ള ഡേയ്സ് പഠിക്കാനും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാനും അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റ് വരുന്നത് ഒരു 2 മണി ടു 10 മണി. ഇവിടെ അങ്ങനെ നാട്ടിലത്തെ പോലെ രാത്രി ഇറങ്ങി നടക്കുമ്പോ അങ്ങനത്തെ ആരും വന്ന് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോണു എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ പോയി ചൊറിയാത്തോണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ വർക്ക് പ്ലേസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വർക്ക് പ്ലേസിൽ എന്ന് പറഞ്ഞാല് എന്റെ അവിടെ എല്ലാം ബോയ്സ് ആണ്, ഞാൻ മാത്രമേ പെൺകുട്ടിയുള്ളൂ. ഫസ്റ്റ് പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, എങ്ങനെയായിരിക്കും കാര്യങ്ങള്, കുറച്ച് സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ജർമ്മൻ കുറച്ച് അറിഞ്ഞിരിക്കണം, കാരണം അവരെല്ലാരും ജർമ്മൻസാ. ഇംഗ്ലീഷ് കുറച്ച് അറിയുള്ളൂ. പക്ഷെ എനിക്ക് ജർമ്മൻ അറിയാം, പക്ഷെ എനിക്ക് ചിലപ്പോൾ തിരിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നം തരും. അപ്പം എന്റെ വർക്ക് പ്ലേസ് ഇസ് ലൈക്ക് നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വർക്കിന്റെ കാര്യം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്റ്റഡീസിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളും? നാട്ടിലെ ഇതിന്ന് ഓൾമോസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും ഇവിടെ വന്നിട്ട്. അപ്പം അതുമായിട്ട് അഡാപ്റ്റ് ആയോ? അഡാപ്റ്റ് ആയി വരുന്നേ ഉള്ളൂ. നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം എഴുതുന്നു, ബൈഹാർട്ട് പഠിക്കുന്നു, ലൈക്ക് പാസ്സാവുന്നു. ഇവിടെ അത് നടക്കില്ല. ഇപ്പം നമുക്ക് അവർ പറയുന്നത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് ഓറൽ എക്സാംസും പിന്നെ ലൈക്ക് റിട്ടൺ എക്സാംസ് കുറവാ. അപ്പൊ മെയിൻ ആയിട്ട് ഓറൽ എക്സാംസും പിന്നെ റിപ്പോർട്ട് സബ്മിഷൻ ഒക്കെയാ. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലായത് അത് മാത്രം, അല്ലാണ്ട് ബൈഹാർട്ട് പഠിച്ച് കുറെ ടേംസ് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അങ്ങനെ എന്താ പറയാ, മനസ്സിലാക്കി പഠിക്കാം. അത് എത്ര സമയം, അതാ ഞങ്ങൾ പ്രൊഫസേഴ്സ് എപ്പോഴും പറയും, നിങ്ങൾ എത്ര സമയം എടുത്ത് മനസ്സിലാക്കി പഠിച്ചോ, സമയമുണ്ടല്ലോ, ഇവിടെ പഠിക്കാം, പഠിച്ച് മനസ്സിലാക്കിയിട്ട് പാസ്സാവാം, അല്ലാണ്ട് ബൈഹാർട്ട് പഠിക്കുക അങ്ങനത്തെ ഒന്നും ചിന്തിച്ചിട്ട് ആരും കൊണ്ട് വരണ്ട. അപ്പൊ അതേപോലെ നമ്മുടെ ലാബിന്റെ കാര്യവും പിന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു? ഞാൻ ഈ എന്താ പറയാ അപ്ലൈഡ് സയൻസ് എടുക്കാൻ തന്നെ കാരണം എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു 3-4 ലാബ് ചെയ്തു, ലൈക്ക് പേപ്പേഴ്സ് എല്ലാം ലാബിനെ ഞാൻ ലൈക്ക് ലാബാണ് കൂടുതൽ, എഞ്ചിനീയറിംഗ് സൈഡ് ആണല്ലോ. ഇവിടുത്തെ ലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപ്ഡേറ്റഡ് ലാബ്സ് ആണ്, നമ്മുടെ നാട്ടിലത്തെ പോലെ പഴയ കാര്യങ്ങളൊന്നുമല്ല. എന്താണ് ഇപ്പൊ പഠിക്കുന്നത് അങ്ങനെ ഒരു പേപ്പർ, നമുക്കിപ്പോ ഒരു പേപ്പർ പഠിച്ചാൽ തന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക്സിന്റെ പേപ്പറാണ് ഞാൻ ഇപ്പോഴത്തെ, അതിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ കോഴ്സും കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാം. നമുക്ക് ഓരോ പേപ്പറിനും അതിന്റേതായ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂണിക്കിലാണ് ലേസർ ഫസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. എനിക്കത് ലാസ്റ്റ് ടൈം ഇവിടെ വന്ന ശേഷം പോകാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്റേൺഷിപ്പിൽ ഉള്ളത്, ലൈക്ക് എത്ര കമ്പനീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കാരണം ഒക്കെ എനിക്ക് മനസ്സിലാൻ പറ്റും അവിടെ പോയതുകൊണ്ട്. ഇനി ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ യൂസ് ചെയ്ത് ആ കമ്പനീസിലൊക്കെ അപ്ലൈ ചെയ്യാലോ. ചില ആൾക്കാരൊക്കെ അതെ പൊതുവേ എല്ലാവരും കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഫെസ്റ്റുകൾക്കൊക്കെ പോവാ. നമ്മൾ ആദ്യം തന്നെ പോയി ഇതാക്കി എല്ലാവരും ചെയ്യുക കോഴ്സ് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയല്ല. നമുക്ക് കോഴ്സ് ഇപ്പൊ പേപ്പേഴ്സ് തീർക്കുന്നതിനൊപ്പം തന്നെ ആ കോഴ്സ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ. ആക്ച്വലി ഞാൻ അതിന് പോകണ്ടെന്നായിരുന്നു അത് വിചാരിച്ച്. ഞാനും നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ മാസ്റ്റേഴ്സ് കഴിയുന്നു ശേഷമാണ് ഇന്റേൺഷിപ്പ് ഒക്കെ തപ്പ. അപ്പൊ ഞാനിങ്ങനെ ഫസ്റ്റ് തന്നെ കരിയർ വൈസ് ദർശനമായിട്ട് ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നു ഇവിടെ വന്ന ശേഷം. ഞാൻ മുപ്പടി ചോദിച്ചു പോണോ, എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല, വന്നപാടാണല്ലോ, വലിയ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല, പോണോ? അപ്പൊ മുപ്പരണ്ട് പറഞ്ഞു പോണം, കാരണം ഇപ്പൊ പോയാലാണ് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് നീ ഭാവിയിൽ ഇത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോകുന്നത്, നടുക്ക് കുറച്ച് മാക്സിമം പേപ്പേഴ്സ് ഒക്കെ തീർത്തിട്ട് ഈ കമ്പനീസ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഐഡിയ ഉണ്ടാക്കി തന്നെ മൂപ്പരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക. ചില സമയം എനിക്ക് സ്ട്രെസ് ആവും, പഠിക്കാൻ പറ്റുമോ, ഇതിപ്പോ ഞാൻ തോക്കുവോ, അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ. ഇവിടെ ചിലപ്പോൾ നമ്മൾ തോക്കും, തോറ്റാലും എഴുതാ. ഇവിടെ അങ്ങനെ അപ്പൊ തന്നെ പാസ്സായ സ്ട്രെസ് അങ്ങനെ ഒന്നുമില്ല, പ്രൊഫസർ എന്ത് വിചാരിക്കും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പക്ഷെ നമുക്കത് അറിയില്ലല്ലോ. ഞാൻ കരിയർ വൈസ് ദർശനം കോൺടാക്ട് ചെയ്യും, ഇങ്ങനെയാണ് എന്താ ചെയ്യാ, എനിക്ക് സ്ട്രെസ് ആകും, മൂപ്പരാണ് എന്താ പറയുക മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് എല്ലാം പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ എന്തായാലും നിങ്ങളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒബ്വിയസ്ലി, കാരണം എന്താണ് ഇത് പഠിച്ചാലാവുക, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, എന്താണ് ഇതിന്റെ ജോലി, അതെ പഠിച്ചു പോകുന്നു, എന്താണ് നമ്മുടെ ജോലി. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ കമ്പനീസ് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്താണ് ആ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ അവിടെ പോയി എന്താണ് നമ്മൾ ലൈക്ക് എന്താണ് നമ്മുടെ ജോലിയും കാര്യങ്ങളും, അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടി. എന്നാലും എനിക്ക് കുറച്ചും കൂടെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു ഫസ്റ്റ് സെമിസ്റ്ററിൽ ആയിട്ടുള്ളൂ. ഇവിടെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് മന്ത്ലി എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, നമ്മൾ ഈ പാർട്ട് ടൈം ജോബ് ചെയ്താൽ മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് നിബുണിക്ക് എത്ര വരുന്നുണ്ട് ഇവിടെ? മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ആണ്, പിന്നെ സിറ്റിയും ഇതായിരിക്കും. അപ്പം എനിക്ക് വരുന്നത് റെന്റ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ. റെന്റ് വരുന്നത് ഒരു 240 യൂറോ അങ്ങനെയാണ് വരുന്നത്. ഇൻഷുറൻസ് ഒരു 145 അങ്ങനെ വരും. പിന്നെന്താ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രോസറീസ് കാര്യങ്ങളൊക്കെ ഒരു 100 ഞാൻ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നതൊക്കെ, ഒരു 100-150 യൂറോ അതിൽ. പിന്നെ അതർ എല്ലാം കൂട്ടിയിട്ട് ഒരു 500-600 യൂറോസിന് എന്തായാലും നിൽക്കും. പിന്നെ ഇതുണ്ട് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അത് പക്ഷേ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അത് 6 മന്ത്സിലേക്ക് എത്രയാണ് വരുന്നത്? എങ്ങനെ? സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ ഓരോ സെമിസ്റ്ററിലായിരിക്കും. അതെ 6 മന്ത്സിൽ വരുന്നത് ഒരു 400 യൂറോ വെച്ചിട്ട് സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ. അതിൽ നമ്മൾ ഈ ഡോച്ച്ലാൻഡ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പാർട്ട് ടൈം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലേ? അതെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാം മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് സേവിങ്സും കയ്യിൽ വെക്കാൻ പറ്റും. പിന്നെ എങ്ങനെയുണ്ട് ടോട്ടലി ജർമ്മനിയിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്?
ആദ്യം നമ്മൾ വരുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ വന്ന ശേഷം കുറച്ചൊരു എന്താ പറയാ നമുക്കൊരു സങ്കടമൊക്കെ ഉണ്ടാവും. ലൈക്ക് പിന്നെ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു ലൈക്ക് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് വരും നമുക്ക്. എന്താ പറയാ നമ്മുടെ ആരും എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്ക് എന്തും ചെയ്യാം അങ്ങനെ. എന്നാലും എന്താ പറയാ സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് എന്താ പറയാ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ. എന്താ പറയാ നമുക്ക് പക്ഷെ രസമാണ് ഇവിടുത്തെ. എന്താ പറയാ എന്റെ റൂമിൽ ഇരുന്ന ജർമ്മനാണ്. പിന്നെ അപ്പം നല്ല രസമാണ്. എന്താ പറയാ നമ്മള് വേറൊരു ഇന്റർനാഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ. അവരുമായിട്ട് ബ്ലെൻഡ് ആവുക, ചെറിയ ചെറിയ എന്താ പറയാ പടി ഉണ്ടാവാം, എന്നാലും നമ്മളെ സോർട്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലത്തെ പോലെ രസമാണ് ഇവിടെ. നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നു. അതൊരു എന്താ പറയാ കൂടുതൽ പോസിറ്റീവാണ് നെഗറ്റീവിനേക്കാൾ എന്തുകൊണ്ടും. അപ്പൊ എന്തായാലും ഇത്രയും ഈ ഒരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞല്ലേ? ഫസ്റ്റ് സെമസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് സെമസ്റ്റർ ഓറൽ എക്സാം ആയിരുന്നു. പിന്നെ ലാബും പ്രാക്ടിക്കൽസും പിന്നെ റിപ്പോർട്ട് സബ്മിഷൻ ആണ്. എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇങ്ങനെ നവംബർ 13 സബ്മിറ്റ് ചെയ്യണം. കുഴപ്പമില്ല, നന്നായി പോണു. അപ്പം എന്തായാലും നിപുണയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ ജർമ്മനിയിൽ ആശംസിക്കുന്നു. താങ്ക് യു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തന്നതിൽ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്നുവെച്ചാൽ കുറെ ആൾക്കാർ ഇപ്പം ഈ ഒരു ഇൻടേക്കിലേക്ക് വരാനിരിക്കുന്ന കുറെ സ്റ്റുഡൻസിനുള്ള കുറെ ഡൗട്ടൊക്കെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതേപോലെ നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് ജർമ്മനിയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ഗൈഡൻസ് ഞങ്ങൾ തരുന്നതായിരിക്കും.